2014-ലും 2019-ലും ബി ജെ പി നേടിയ വിജയം 2024 അവർക്ക് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. എൻ ഡി എ അല്ല, ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ തട്ടുകേട് കിട്ടിയ സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ടത് ഉത്തർപ്രദേശും പിന്നീട് മഹാരാഷ്ട്രയും രാജസ്ഥാനും ഒക്കെയാണ്. ബംഗാളും ഒക്കെ ആ ഗണത്തിൽ വരും. പക്ഷേ ബി ജെ പി എപ്പോഴും ഉറച്ചു വിശ്വസിച്ചിരുന്ന, അല്ലെങ്കിൽ ബി ജെ പിയുടെ രാജ്യത്തെമ്പാടുമുള്ള അണികളും അനുഭാവികളും ഉറച്ചു വിശ്വസിച്ചിരുന്ന ഉത്തർപ്രദേശിൽ എന്താണ് സംഭവിച്ചത്? പലതരം അഭ്യൂഹങ്ങൾ പരക്കുന്നു. യാഥാർത്ഥ്യം എന്ത് എന്നുള്ളത് പരതലിലാണ് പലരും. ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ മാത്രം നഷ്ടപ്പെട്ടത് 29 സീറ്റുകളായിരുന്നു. അതിനു മുമ്പ് ഉത്തർപ്രദേശിൻ്റെ രാഷ്ട്രീയം നാം അറിയേണ്ടതായിട്ടുണ്ട്. ഉത്തർപ്രദേശിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരിച്ച സംസ്ഥാനം. അതായത് 1 കൊല്ലവും 1.5 കൊല്ലവും പോലും തികച്ചു ഭരിക്കാൻ അവിടുത്തെ മിക്കവാറും പാർട്ടികൾക്ക് കഴിഞ്ഞിരുന്നില്ല. ഒരു കാലം വരെ ബി ജെ പി തന്നെ 3-4 തവണ മുൻപ് കയറിയിട്ടുണ്ട്. 1-1.5 വർഷം കഷ്ടിച്ച് ഭരിച്ചാലായി. മറ്റു പാർട്ടികളുടെ ഗതിയും അതുതന്നെയായിരുന്നു. എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരെ ആരും പിരിച്ചുവിടുന്നതല്ല, അവർ പിരിഞ്ഞു പോകുന്നതാണ്. ജാതി രാഷ്ട്രീയമാണ് ഉത്തർപ്രദേശിൽ എക്കാലവും ഉണ്ടായിരുന്നത്. ഒരു ബ്രാഹ്മണൻ മുഖ്യമന്ത്രിയായാൽ സ്വാഭാവികമായും ആ ബ്രാഹ്മണ സമുദായം ഒഴിച്ച് ബാക്കിയുള്ള സമുദായങ്ങളെല്ലാം ആ പാർട്ടിക്ക് എതിരായി മാറും, സ്വന്തം പാർട്ടിക്കാർ വരെ. ഇതാണ് യു പിയുടെ പൊളിറ്റിക്സ്. അത് മാറി മറിഞ്ഞത് 2017 യോഗി വരുമ്പോഴാണ്. യോഗി ആദിത്യനാഥിനെ ബി ജെ പി കൊണ്ടുവന്നതും ആ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. കാരണം ഏത് മുഖ്യമന്ത്രി വന്നാലും അത് ജാതിയുടെ പേരിൽ അറിയപ്പെടുകയും ആ മുഖ്യമന്ത്രിക്കെതിരെ സ്വന്തം പാർട്ടിയിൽ ഉള്ള മറ്റു ജാതിക്കാർ കൂട്ടം കൂടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തിൽ നിന്നൊരു മോചനമായിരുന്നു. യോഗി അഥവാ സന്യാസി എന്ന് പറയുമ്പോൾ ആരും ജാതി തിരയുകയില്ല. പക്ഷേ ഈ ഒരു ഫോർമുല 2022 തെരഞ്ഞെടുപ്പോടുകൂടി പതുക്കെ പൊളിഞ്ഞു തുടങ്ങി. വീണ്ടും യു പി പഴയകാല ജാതിയിലേക്ക് തിരിച്ചുപോയി തുടങ്ങി. അതിന് അനവധി കാരണങ്ങളുണ്ടായിരുന്നു. സ്വാഭാവികമായും ഈ ബി ജെ പിയുടെ ആ ഒരു ഉറച്ച ആത്മവിശ്വാസം അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് അവർ ജാതീയ സംഘടനകളെ അല്ലെങ്കിൽ സമുദായ സംഘടനകളെ തങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പതുക്കെ അകറ്റി തുടങ്ങി. പകരം അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ അല്ലെങ്കിൽ മിടുക്കന്മാരെന്ന് അവർ പറയുന്നവരെയാണ് മന്ത്രിമാരാക്കി തുടങ്ങിയത്. ഇതൊരുപക്ഷെ മറ്റ് ഏതെങ്കിലും സംസ്ഥാനത്ത് നടത്തി വിജയിപ്പിക്കാൻ കഴിയുമായിരിക്കാം. പക്ഷേ യു പി പോലെ ജാതി രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് എത്രത്തോളം അത് പ്രാക്ടിക്കലാകുമെന്ന് ബി ജെ പി തിരിച്ചറിയേണ്ടതായിരുന്നു. ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ യു പി ആണ്. എന്തുകൊണ്ടാണ് ഈ 426 രാഷ്ട്രീയ പാർട്ടികൾ ഉത്തർപ്രദേശിൽ മാത്രമുള്ളത് എന്ന് ചോദിച്ചാൽ ജാതിക്ക് ഉള്ളിലെ ഉപജാതിക്കുമായിട്ടും അനവധി സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 1000 പേർ തൊട്ട് 1500-2000 പേർ വരെ ഓരോ മണ്ഡലത്തിലുമുള്ള ജാതിയും ഉപജാതിയുമുണ്ട്. ഇത്തവണ യോഗി ആദിത്യനാഥ് താക്കൂർ വിഭാഗത്തിൽ പെടുന്നതാണ്. സാധാരണഗതിയിൽ സന്യാസിമാരുടെ ജാതി അന്വേഷിക്കാറില്ലെങ്കിലും ഉത്തർപ്രദേശിൻ്റെ രാഷ്ട്രീയ ചരിത്രം അത് അന്വേഷിച്ച് കണ്ടെത്തുന്നു. താക്കൂർ രാജാണ് യു പിയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണരും രജപുത്രരും തഴയപ്പെട്ടു എന്നൊരു വലിയ വികാരം ഉത്തർപ്രദേശിലുണ്ടായിരുന്നു. ബ്രാഹ്മണർ എന്ന് ഞാൻ പറയുമ്പോൾ കേരളത്തിൽ ഇരുന്നതിനെ വിലയിരുത്താൻ കഴിയില്ല. കേരളത്തിൽ ഏതാണ്ട് 10 ലക്ഷത്തിനടുത്ത് മാത്രമാണ് അവരുടെ ജനസംഖ്യ തന്നെ. പക്ഷേ ഉത്തർപ്രദേശിൽ 10.5% അതായത് ഉത്തർപ്രദേശിലെ യാദവ വോട്ടുകൾക്ക് ഈക്വലാണ് ബ്രാഹ്മണ വോട്ടുകളും. അതുകൊണ്ട് തന്നെ അത്തരം വലിയൊരു സമുദായത്തിന് വലിയ പ്രാധാന്യം കിട്ടിയില്ല എന്ന് അവർ തുടക്കം മുതലേ പറഞ്ഞു തുടങ്ങിയിരുന്നു. അതിനെ അത്ര ഗൗരവത്തിലെടുക്കാൻ യോഗി തയ്യാറായില്ല. ഒപ്പം തന്നെ രജപുത്രരെയും അവർ വേണ്ട പരിഗണന നൽകിയില്ല. യു പിയുടെ ഒരു ഫോർമുല തന്നെ മുഖ്യമന്ത്രി ഏത് ജാതിയിൽപ്പെടുന്ന ആളാണോ അതിന് താഴെ പ്രബലരായ മറ്റു 2 ജാതികൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകും. ആഭ്യന്തര വകുപ്പ് വേറൊരു സമുദായത്തിന് നൽകും. അങ്ങനെ സമുദായങ്ങൾക്ക് വീതം വെച്ചാണ് എല്ലാവരും അവിടെ ഭരിച്ചിട്ടുള്ളത്, ഇനി ഭരിക്കാൻ പോകുന്നതും. അതിനിടയിലാണ് RSS അനുഭാവികളായവർക്ക് സീറ്റ് നിഷേധിച്ചുകൊണ്ട് യോഗി നടത്തിയ സ്ഥാനാർത്ഥി പട്ടിക. ഒരിടയ്ക്ക് അവിടെ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ അമിത്ഷാ പോലും ശുഭദിനം നിരാശനുമായിട്ടാണ് ഉത്തർപ്രദേശിൽ നിന്നും മടങ്ങിയത്. അതായത് ജാതി രാഷ്ട്രീയം വീണ്ടും ഉത്തർപ്രദേശിലേക്ക് കടന്നു വരുന്നു. ഒപ്പം തന്നെ സംഘപരിവാറിനെ അടുപ്പിക്കാതെ മുൻപോട്ട് പോയത് വലിയ തിരിച്ചടി തന്നെയായിരുന്നു. അതുതന്നെയാണ് പ്രധാന കാരണവും. ഒറ്റയ്ക്ക് മുന്നേറാമെന്നുള്ള അമിതമായ ആത്മവിശ്വാസം. ഇപ്പോഴും ഉത്തർപ്രദേശിൻ്റെ പല ഭാഗങ്ങളിലും ബി ജെ പിക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം ബി ജെ പിക്ക് തന്നെ വ്യക്തമായി അറിയാവുന്നിടത്താണ് സംഘപരിവാറിനെ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന പരിവാറിലെ പ്രബലമായ സംഘടനയെ തന്നെ പാടെ അകറ്റി നിർത്തി. അതിൻ്റെ തിക്തഫലം വാരണാസി അടക്കമുള്ളിടത്ത് അനുഭവിക്കേണ്ടതായും വന്നു. അവർ പ്രതികാരം ചെയ്തോ എന്നറിയില്ല. പക്ഷേ അവരുടെ അസാന്നിധ്യം വോട്ടുകൾ കുറയ്ക്കാൻ വലിയ രീതിയിൽ ഇടയാക്കി. മോദി ഇല്ലെങ്കിൽ അമിത്ഷാ ആ ഒരു സഖ്യം
ഒരുപക്ഷെ സംഘപരിവാറിൽ നിന്നും പല കാര്യങ്ങളും വിഭിന്നമായ നിലപാടുകളും ഇല്ലെങ്കിൽ നീക്കങ്ങളും നടത്തിയിരുന്നു. കഴിഞ്ഞ കുറേ കാലമായി RSSൻ്റെ ശബ്ദമായി മാറിയത് ഉദ്ധവ് താക്കറെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. ഉദ്ധവ് താക്കറെ കോൺഗ്രസിനൊപ്പമായിരുന്നെങ്കിലും പലപ്പോഴും RSSനൊപ്പം നിന്ന് അല്ലെങ്കിൽ RSSന് പറയേണ്ട കാര്യങ്ങൾ ഉദ്ധവ് പറയുന്നത് നാം കേട്ടിട്ടുണ്ട്. കാരണം RSSനെതിരെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നായാലും NCPയുടെ ഭാഗത്തുനിന്നായാലും ഒക്കെ വിമർശനങ്ങൾ വരുമ്പോൾ അതിനെ നേരിട്ടത് ഉദ്ധവ് മാത്രമായിരുന്നു. ഏതായാലും അതിൻ്റെ പൊളിറ്റിക്സ് അറിയില്ല. എന്നാൽ കർഷക സമരത്തിൽ ഉൾപ്പെടെ ഇല്ലെങ്കിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ RSSന് എതിർപ്പുകൾ അവർ ഇടയ്ക്കിടയ്ക്ക് പരസ്യമാക്കിക്കൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ മോഹൻ ഭാഗവത് മഹാരാഷ്ട്രയിൽ നടന്നൊരു ചടങ്ങിൽ എടുത്തു പറഞ്ഞൊരു കാര്യം, കർഷകരുടെയും തൊഴിലില്ലാത്തവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, അവരെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതൊരു നല്ല ഭരണാധികാരിയുടെ ലക്ഷണമല്ല എന്ന്. ഏതായാലും കാര്യങ്ങൾ അത്തരത്തിലേക്ക് പോകുന്നു. UPയുടെ പരാജയത്തിന് കാരണം എന്തെന്ന് അന്വേഷിച്ചാൽ ആദ്യം ചെന്നെത്തി നിൽക്കുന്നത് ഈ ജാതി രാഷ്ട്രീയത്തിൽ തന്നെയാണ്. അതായത് ജാതികളെല്ലാം ഒരു കൈപ്പാട് അകലത്തിലേക്ക് മാറ്റി നിർത്തി യോഗി നടത്തിയ ഒരു നീക്കം, ഒപ്പം തന്നെ സംഘപരിവാറിൻ്റെ കരുത്തിനെ കുറച്ചു കണ്ടതും ഇല്ലെങ്കിൽ അവരെ മുൻപോട്ട് ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയാതെ വന്നതും അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നത്തിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ധൃതി പിടിച്ച് നേരത്തെ ആക്കിയതും. കാരണം ഈ സ്പ്ലിറ്റായി നിൽക്കുന്ന ഈ ജാതികളെ ഒന്നിപ്പിക്കാൻ അതിന് കഴിയുമെന്ന് അവർ കരുതി. പക്ഷെ അത് സംഭവിച്ചില്ല. ഇനി മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ UP പോലൊരു സംസ്ഥാനത്ത് മുന്നോട്ട് കയറി വരണമെന്നുണ്ടെങ്കിൽ വീണ്ടും പഴയതുപോലെ ഈ ജാതി സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ ജാതികൾക്ക് അനുവദിച്ച കോട്ടകൾ കൃത്യമായി പാലിച്ചുകൊണ്ടൊരു മന്ത്രിസഭ, അവർക്കെല്ലാവർക്കും അർഹമായ പ്രാതിനിധ്യം, അവരെയെല്ലാം സമന്വയിച്ച് കൊണ്ടുപോയാൽ യോഗിക്ക് കുറേ നാൾ കൂടി മുൻപോട്ട് പോകാൻ കഴിയും. അതുപോലെ തന്നെ മോദിക്കായാലും യോഗിക്കായാലും സംഘപരിവാറിൻ്റെ ക്ഷത്രിയ സംഘടനകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയും. BJP സംബന്ധിച്ച് പരാജയം പുത്തരിയല്ല. ജനിച്ചു വീണ നാൾ മുതൽ പരാജയപ്പെട്ട് ഒടുവിൽ വിജയത്തിലേക്ക് കയറിയവരാണെന്നാൽ അവർ. അതുകൊണ്ട് കനത്ത പരാജയത്തിൽ അവർക്ക് നിരാശ തോന്നാറില്ല, ദുഃഖവും തോന്നാറില്ല. പരാജയങ്ങളാണ് പലപ്പോഴും അവരെ ഹാർഡ് വർക്കേഴ്സ് ആക്കി മാറ്റുന്നത്. ഏതായാലും ഇപ്പോൾ ഒരു സമിതി അവർ നിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു ഉത്തർപ്രദേശിൻ്റെ പരാജയം പഠിക്കാൻ. ഏതായാലും പരാജയം പഠിക്കാൻ പാഴൂർ പടിവരെയൊന്നും പോകണ്ട. കാരണം ഇതാണ്, ഇനി യോഗി ചെയ്യേണ്ട കാര്യങ്ങൾ മന്ത്രിസഭ ഒന്ന് ഉടച്ചു വാർക്കണം, എല്ലാവർക്കും അർഹമായ പ്രാതിനിധ്യം കൊടുക്കണം, ചിലയിടത്തൊക്കെ ചിലരെ വേണ്ട രീതിയിൽ കാണുകയും വേണം. ഒപ്പം തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ കൂട്ടിക്കെട്ടിക്കൊണ്ട് മുൻപോട്ട് പോകാൻ ഒരു കഴിവുണ്ടാകണം. അതല്ല സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും താൻ പ്രമാണിത്വം കാണിക്കാൻ ചില സ്വച്ഛാധിപതികളെ കണക്ക് നേതാക്കന്മാരും ഇല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ മുൻപോട്ട് പോകുമ്പോൾ അടിത്തട്ടിലെ മണ്ണളകുന്നത് പെട്ടെന്ന് കണ്ടുവന്ന് വരില്ല. ഏതായാലും ഒരു ചെറിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. ആ ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അത് ഒരു ചെറിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് മാത്രമാണ്. BJPയെ പോലൊരു പാർട്ടിക്ക് അതിനെ കടന്നു വരാൻ വലിയ കരുത്തുണ്ട്. ആ കരുത്ത് BJP ഒറ്റയ്ക്ക് നേടുന്നതല്ല, അവർക്കതിനെ പ്രാപ്തമാക്കുന്ന ഒരു വലിയ സംഘടനയുണ്ട്. ആ സംഘടനയ്ക്ക് ഇനി ചെവി കൊടുക്കേണ്ടതായി വരും. ഇനിയുള്ള 5 വർഷക്കാലം നരേന്ദ്രമോദിക്ക് നാഗപ്പൂരിലെ വിസിലടിനാദം ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയില്ല. യോഗിക്കാകട്ടെ അവിടുത്തെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉടച്ചു വാർക്കണം. അവിടെയും പരിവാറിനെ തഴഞ്ഞ് മുൻപോട്ട് പോകാൻ കഴിയില്ല. ഇതാണ് ഉത്തർപ്രദേശിൽ സംഭവിച്ചത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും ക്ഷത്രിയ പ്രസ്ഥാനങ്ങളെയും തഴഞ്ഞുകൊണ്ട് ഇല്ലെങ്കിൽ അവരുടെ അനുഭാവമുള്ളവർക്ക് പോലും സ്ഥാനാർത്ഥിത്വം നൽകാതെ മുൻപോട്ട് പോയത് ഒരു കാരണം. മറ്റൊന്ന്, ജാതീയ സംഘടനകളെ തീണ്ടാപ്പാടകലൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മുഖം, അതായത് ജാതിക്കും മതത്തിനും അതീതമായിട്ടാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നൊരു മുഖം വരുത്തി തീർക്കാൻ ഒരു അപ്രമാദിത്വത്തിലേക്ക് പോയി. അതിനെ സ്വച്ഛാധിപത്യം, യോഗിയുടെ സ്വച്ഛാധിപത്യമെന്ന് വിധി എഴുതിയപ്പോഴാണ് സ്വന്തം പാർട്ടിയിലെ മണ്ണ് ചോർന്നു പോകാൻ തുടങ്ങിയത്. ഞങ്ങൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു റായ്ബറേലിയിൽ കോൺഗ്രസ് ജയിക്കുമെന്ന്. അത് പറയാനുള്ള വ്യക്തമായ കാരണവും അന്ന് പറഞ്ഞിരുന്നു. ആ റായ്ബറേലിയിലുള്ള 3 MLAമാർ, BJPയുടെ MLAമാർ അമിത്ഷാ വിളിച്ച കോംപ്രമൈസ് യോഗത്തിന് പോലും എത്തിയില്ല. കാരണം അത്രയ്ക്ക് ചങ്കൂറ്റം അവർക്കുണ്ടായിരുന്നു. അവിടെയാണ് നമ്മുടെ രാഹുൽ ഗാന്ധി 3 ലക്ഷത്തിൽ പരം വോട്ടുകൾ ജയിച്ചതെന്നും കൂടി ഓർക്കണം. ഏതായാലും നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഇടയ്ക്കിടെയുള്ള ചെറിയ ക്ഷീണങ്ങൾ, അതിനെ പരാജയമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം 1991 ശേഷം 240 സീറ്റ് ഒറ്റയ്ക്ക് നേടുന്ന പാർട്ടിയായി BJP ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ അവരുടെ കരുത്ത് തന്നെയാണ്. പരാജയമെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഒരു ക്ഷീണം തട്ടിയിട്ടുണ്ട്. ആ ക്ഷീണം മാറ്റേണ്ടതുമാണ്. മാറ്റുന്നതിന് പറഞ്ഞു തന്ന മാർഗ്ഗങ്ങളാണ് നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ. ഏതായാലും മോദിക്ക് അഭിമാനിക്കാം. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 3 വട്ടം തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെടുന്ന കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു. ഏതായാലും ഇനിയുള്ള ചുവടുവെപ്പുകൾ 2014 സമാനമായിട്ട് തന്നെ ആയിരിക്കും. നാഗപ്പൂരിൽ നിന്ന് വരുന്ന ചില വിസിലടിനാദങ്ങൾ മോദി ശ്രദ്ധിച്ച് തുടങ്ങിയേ പറ്റൂ. ഒപ്പം തന്നെ കൂടെയുള്ളവർക്ക് അർഹമായതും പരിഗണനയും നൽകിയേ പറ്റൂ. ഒരുപക്ഷെ നാളെ ശിവസേന BJPയുടെ പാളയത്തിൽ എത്തിയേക്കാം. ശിവസേനയ്ക്ക് ഉചിതമായ സ്ഥാനവും നൽകിയേക്കാം. ചില ബന്ധങ്ങൾ മുറിയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ആഴം ചെറുതല്ല.
ഇനി ആ മുറിവുകൾ ഉണങ്ങാൻ അല്പം സമയമെടുത്താലും ഉണക്കുക തന്നെ വേണം. ഒപ്പം തന്നെ പരിവാർ സംഘടനകളാണ് കരുത്തെന്ന് തിരിച്ചറിവും വേണം. ഏകാധിപത്യത്തിലൂടെ മുൻപോട്ട് പോകുന്ന ഒരു ചിന്ത സ്വന്തം പാർട്ടിക്കിടയിൽ പോലും ഉണ്ടാക്കാതെ ഇരിക്കണം. അത് BJPയുടെ കാര്യമായാലും മറ്റേത് പാർട്ടിയുടെ കാര്യമായാലും ഏതായാലും എല്ലാവരും സമരസപ്പെടുത്തി ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് നമ്മളവരെ ലീഡർ എന്ന് പറയുന്നത്. അതാണ് ആ പാർട്ടിക്ക് നൽകാൻ കഴിയുന്ന വലിയ ഗ്യാരൻറ്റിയും. ഇതിന് ന്യൂസിനെ വളരെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.